ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷനെതിരായിട്ട് സ്വന്തം പാർട്ടിക്കാർ ഉത്തരാഖണ്ഡിൽ ചെയ്തിരിക്കുന്ന ഈ ഹീന പ്രവൃത്തിയെ അപലപിക്കാനും മാപ്പ് പറയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാകണം. ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നാളെ വൈകുന്നേരം ഇന്ത്യയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും അതുപോലെ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിലും സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഖാർഗെജിയെ പോലെയുള്ള ഈ രാജ്യത്തിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം എത്ര പ്രാവശ്യം MLA ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 7 തവണ. ഇവിടെ MPയോ 4 തവണ. ഈ 7ഉം 4ഉം 11 തവണ നിയമസഭയെയും അതുപോലെ തന്നെ അസംബ്ലി പാർലമെൻറ്റിനെയും പ്രതിനിധീകരിച്ച എത്രയും ഞാൻ പറഞ്ഞു വന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവ്. അദ്ദേഹം കടന്നു വന്ന ചുറ്റുപാടുകൾ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച ട്രാജഡിയൊക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ വീട് കത്തി ബന്ധുക്കളെല്ലാം മരിച്ചുപോയ ഒരു ട്രാജഡിയിലൂടെ കടന്നു വന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പോയ ഇവരാരാണ് ഈ ശുദ്ധി കലശം കൊടുത്തത്? ഇവർക്ക് ശുദ്ധിയുടെ മൊത്തം ഈ മൈൻഡ് സെറ്റാണ്, BJPയുടെ മൈൻഡ് സെറ്റാണ്. പാവപ്പെട്ടവരോടും അതുപോലെ തന്നെ പാവപ്പെട്ടവരോടും അതുപോലെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നവരോടുമുള്ള ഇവരുടെ നിലപാട്, പ്രയാസകരമായ ചുറ്റുപാട് ജീവിക്കുന്നവരുടെ നിലപാട് നമുക്ക് അഭിമാനപൂർവ്വം പറയാറുണ്ട്. അദ്ദേഹം ദളിത് എന്ന നിലയിൽ മാത്രമൊന്നുമല്ല, അത് ഇന്ത്യയിലെ കോൺഗ്രസിന് ഏറ്റവും സമ്പന്നനായ കോൺഗ്രസ് അധ്യക്ഷനാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം കടന്നു വന്ന വഴി അത്രയും ഇതായിരുന്നു. അപ്പോൾ ആ സമൂഹത്തോടുള്ള ഇവരുടെ നിലപാടാണ്, ആ സമൂഹത്തോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡാണ് ഇത് കാണിക്കുന്നത്. BJP പ്രൈം മിനിസ്റ്റർ മാപ്പ് പറയണം. നാളെ വൈകുന്നേരം ഇന്ത്യയിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിൻ്റെയും പ്രതിമയ്ക്ക് മുമ്പിൽ കോൺഗ്രസ് സത്യാഗ്രഹം നടത്തും. പ്രൈം മിനിസ്റ്റർ മാപ്പ് പറയണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ വിഷയത്തിൽ നിന്ന് രാജ്യസഭ അധ്യക്ഷൻ ശക്തമായ നിലപാടെടുത്തു. ഈ ജഗ്ദീപ് ധൻഖറിൻ്റെ അവസ്ഥ നിലവിലെ രാജ്യസഭാ അധ്യക്ഷന് വരുമെന്ന് തോന്നുന്നു. അല്ല, ഞാൻ അത്തരം കാര്യങ്ങൾക്ക് രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യസഭാ അധ്യക്ഷൻ നിലപാടായിട്ട് ഞാൻ മാത്രം കണ്ടാൽ മതി. ഇപ്പം മറ്റു കാര്യങ്ങളൊന്നും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രൈം മിനിസ്റ്ററാണ് മാപ്പ് പറയേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷനെതിരായിട്ട് സ്വന്തം പാർട്ടിക്കാർ ഉത്തരാഖണ്ഡിൽ ചെയ്തിരിക്കുന്ന ഈ ഹീന പ്രവൃത്തിയെ അപലപിക്കാനും മാപ്പ് പറയാനും ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാകണം. ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നാളെ വൈകുന്നേരം ഇന്ത്യയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും അതുപോലെ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിലും സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വിവരം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഖാർഗെയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മെറ്റയുടെ വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ചയിലാണ്. അപ്പോൾ സംസ്ഥാനത്ത് 2 ചാനലുകളുടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ ഒരുപാട് സമയം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാറില്ല. ഏതെങ്കിലും ഒരു വരി ഏതെങ്കിലും ഒരു വരി കൊടുക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമല്ലല്ലോ. ഞങ്ങളിപ്പം എൻ്റെ കഴിഞ്ഞ 19 ദിവസം നടന്ന പാർലമെൻറ്റ് സമ്മേളനം അവസാനിച്ച് പറയുമ്പോൾ അത് ബ്രീഫ് ചെയ്യാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്യപ്പെടില്ലേ? ഇല്ലേ? നിങ്ങളെന്ന് പറ. അപ്പം അങ്ങനെ അപ്പം നിങ്ങൾ ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ അത് അന്ന് പറഞ്ഞല്ല ഇത് കാര്യം. ഞാൻ ഇതിനും പറയില്ലാതെ ഞാൻ പറയുന്നില്ല. അതിന് വേറൊരു സമ്മേളനം വരുമ്പം അത് പറയും. ഈ കാര്യം മാറി നിൽക്കൊന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കേരള വിഷയങ്ങൾ വരുമ്പോൾ അത് എനിക്ക് പറയാവുന്ന ഭാഷയിൽ ഞാൻ പറയും. അതിനകത്തൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഇത് പാർലമെൻറ്റിന് വിട്ടേക്ക്.